ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 8ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ജഹാം പഹിയ ഹെ എന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. उनमें यहाँ न केवल सीखने सिखाने की इच्छा दिखाई देती है बल्कि उनके बीच ये उत्साह भी दिखाई देता है कि सभी महिलाओं को साइकिल चलाना सीखना चाहिए. അപ്പോൾ ഇവിടെ അദ്ദേഹം ആ പ്രശിക്ഷൺ കേന്ദ്രത്തിൽ പോകുമ്പോൾ അദ്ദേഹം എന്താ കാണുന്നത്, അവിടെ അദ്ദേഹത്തിന് യഹാ ന കേവൽ സീഖ്നെ സിഖാനേക്ക് ഇച്ഛ, അതായത് പഠിപ്പിക്കുക എന്ന ഒരു ഉത്സാഹം മാത്രമല്ല, ആ ഒരു ആഗ്രഹം മാത്രമല്ല അവിടെ കാണുന്നത്. ഇച്ഛ ദിഖായി ദേത്തി ഹെ ബൽക്കി ഉൻകെ ബീച്ച് ഉത്സാഹ ഭി ദിഖായി ദേ, അതിൻ്റെ കൂടെ അവരുടെ ഇടയിൽ ഒരു ഉത്സാഹം കാണുന്നുണ്ട്. എന്താണ് ആ ഉത്സാഹം? കി സഭി മഹിളാവുക്കോ സൈക്കിൾ ചലാന സീഖ്ന ചാഹിയെ, എല്ലാ സ്ത്രീകളും സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം എന്നാണ്. അവരെല്ലാവരും അതിനായിട്ട് എന്താണ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാട്ട് പാടിക്കൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ടാണ് അവർ സൈക്കിൾ ചവിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉത്സാഹം, പിന്നെ അവരുടെ പ്രോത്സാഹനം, അതൊക്കെയാണ് അദ്ദേഹത്തിന് അവിടെ ആ പ്രശിക്ഷൺ കേന്ദ്രത്തിൽ കാണാൻ സാധിച്ചത്. 1992 में अंतर्राष्ट्रीय महिला दिवस के बाद अब यह ज़िला कभी भी पहले जैसा नहीं हो सकता. അപ്പോൾ 1992 അന്തർരാഷ്ട്രീയ മഹിളാ ദിവസത്തെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ, അതിന് ശേഷം യഹ് ജില്ല കഭി ഭി പഹലെ ജൈസാ നഹീ ഹോ സക്ത. അപ്പോൾ പണ്ടത്തെ പോലെ ഈ ജില്ല എന്തായാലും മാറിയിട്ടില്ല, അതായത് മാറത്തില്ല. അപ്പോൾ ഹാൻഡിൽ പർ ഝണ്ടിയാം ലഗായ, അപ്പോൾ ഹാൻഡിലിൽ ഈ ഫ്ലാഗൊക്കെ വെച്ചിട്ടും ഘണ്ടിയാം ബജാത്തയോ ബെല്ലടിച്ചുകൊണ്ടും സൈക്കിൾ പർ സവാർ 1500 മഹിളാവും, സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് വരുന്ന 1500 സ്ത്രീകൾ അവർ പുതുക്കോട്ടയിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. തുഫാൻ ലാദി. എന്തുകൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു? കാരണം എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ 1500 സ്ത്രീകൾ ഒരു സൈക്കിൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അവിടെ പുതുക്കോട്ടയിൽ കണ്ടത്. അപ്പോൾ महिलाओं की साइकिल चलाने की इस तैयारी ने यहाँ रहने वालों को हक्का बक्का कर दिया. അപ്പോൾ സ്ത്രീകളുടെ ഈ സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്ന ആ തയ്യാറെടുപ്പൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ ആളുകൾ അതിശയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഹക്ക ബക്ക എന്ന് പറഞ്ഞാൽ ബിവിൽഡേർഡ് എന്ന് പറയത്തില്ല, അതായത് അതിശയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്, ആശ്ചര്യപ്പെട്ടു പോയി. ഈ സാരേ മാംലേ പർ പുരുഷോക്ക് ക്യാ റായ് തി. അപ്പോൾ ഈ എല്ലാ സംഭവങ്ങളിലും, ഈ എല്ലാ നടന്ന കാര്യങ്ങളിലൊക്കെ പുരുഷന്മാരുടെ അഭിപ്രായം എന്തായിരുന്നു? റായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം, അവരുടെ ഒപ്പീനിയൻ എന്തായിരുന്നു? ഇസ്കെ പക്ഷമേ ആർ സൈക്കിൾസ് കെ മാലിക് കോ തോ റഹ്നാ ഹി താ. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, കാരണം സ്ത്രീകൾ സൈക്കിൾ മേടിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ അവർക്ക് സപ്പോർട്ട് നൽകേണ്ടതായിട്ട് തന്നെ വരും ആർ സൈക്കിൾസിൻ്റെ ഓണറിന്, അദ്ദേഹത്തിന് നിൽക്കേണ്ടതായിട്ട് തന്നെ വരും. കാരണം അദ്ദേഹം സൈക്കിൾ ഓണറാണ്, സൈക്കിൾ ഷോപ്പിൻ്റെ ഓണറാണ്. ഇസ് അക്കേലെ ഡീലർ കെ യഹാ ലേഡീസ് സൈക്കിൾ की बिक्री में साल भर के अंदर काफ़ी वृद्धि हुई है. ഈ ഒരേ ഒരു ഡീലർ, അതായത് ആർ സൈക്കിൾസ്, ഒരേ ഒരു ഡീലറിൻ്റെ കടയിൽ തന്നെ ഈ ലേഡീസ് സൈക്കിളിൻ്റെ സെയില്, ബിക്രി എന്ന് പറഞ്ഞാൽ സെയില് സാൽ ഭർ കെ അന്തർ, ഒരു വർഷത്തിനകത്ത് തന്നെ കുറേയധികം വിറ്റു പോയിട്ടുണ്ട്. അപ്പോൾ കുറേയധികം അത് ലേഡീസ് സൈക്കിൾ വിറ്റു പോയിട്ടുണ്ട്. മാനാ ജാ സക്താ ഹെ കി ഇസ് ആങ്കടെ കോ ദോ കാരണവും സെ കം കർക്കെ ആക്കാ ഗയാ ഹെ. അപ്പോൾ ഞങ്ങൾ പറയപ്പെടുകയാണെങ്കിൽ, അതായത് മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ ആങ്കടേക്കോ ദോ കാരണം, ആങ്കട എന്ന് പറഞ്ഞാൽ ഈ കണക്ക് എന്തോ കുറച്ച് കാണിച്ചിട്ടുണ്ട്, എസ്റ്റിമേറ്റ് കുറച്ച് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ പെഹ്ലി ബാത് തോ യഹ് ഹെ, അങ്ങനെ കുറച്ച് കാണിക്കാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, പെഹ്ലി ബാത് തോ യഹ് ഹെ कि ढेर सारी महिलाओं ने जो ലേഡീസ് സൈക്കിൾ का इंतज़ार नहीं कर सकते थे. അപ്പോൾ കുറേയധികം സ്ത്രീകൾ അവർക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഇന്തസാർ കർണ വെയിറ്റ് ചെയ്തിരിക്കുക, ഈ ലേഡീസ് സൈക്കിൾ തന്നെ കിട്ടാൻ അവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്തത്? ജെൻസ് സൈക്കിൾ ഖരീദനെ ലഗി. അപ്പോൾ അവർ ജെൻസ് സൈക്കിൾ മേടിക്കാൻ തുടങ്ങി. दूसरे उस डीलर ने बड़ी सतर्कता के साथ यह जानकारी मुझे दी थी. दूसरे उस डीलर ने, അപ്പോൾ വേറൊരു ഡീലർ എനിക്ക് ആരും അറിയാത്ത രീതിയിൽ, സതർക്കത എന്ന് പറഞ്ഞാൽ നല്ല കെയർഫുള്ളായിട്ട്, കാരണം ആർക്കും അറിയാത്ത രീതിയിൽ എനിക്ക് ഇൻഫോർമേഷൻ, ജാൻകാരി എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ മുझे दी थी. उसे लगा कि मैं बिक्री कर विभाग का कोई आदमी हूँ. അപ്പോൾ അയാൾക്ക് എന്താ തോന്നിയേ, ഞാൻ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ അപ്പോൾ ആരും അറിയാത്ത രീതിയിൽ പതുക്കെ ആ ഒരു കാര്യം എനിക്ക് ഇൻഫോർമേഷൻ കൊടുത്തത്. നല്ല കെയർഫുള്ളായിട്ടാണ് അയാൾ കൊടുത്തത്.
कुदिमी अन्नामलाई की चिलचिलाती धूप में एक अद्भुत दृश्य की तरह पत्थर के खदानों में दौड़ती भागती 22 वर्षीय മനോരമണി ലോഗോ നെ സൈക്കിൾ സിഖ്ലാതെ ദേഖ. അപ്പോൾ അവിടെ കുദീമി അന്നാമലായി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൽ ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചിൽച്ചിലാത്തി ധൂപ്പ്, പൊള്ളുന്ന വെയിലിൽ ഒരു അത്ഭുതമായിട്ടുള്ള ദൃശ്യം എന്ന രീതിയിലാണ് ആളുകൾ അവിടെ കാണുന്നത്. എന്താണ് കാണുന്നത്? അവർ പത്ഥർ കെ ഖദാനോമേ, ആ സ്റ്റോൺ ക്വാറിയിൽ ഓടിച്ചാടി ഓടുന്ന, അതായത് സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന 22 വർഷീയ 22 വർഷമുള്ള മനോരമണിയാണ്. അവിടെ ആ മനോരമണി എന്താ ചെയ്യുന്നത്? ലോഗോനെ സൈക്കിൾ സിക്ലാത്തെ ദേക്ക, അതായത് എല്ലാവരെയും സൈക്കിൾ പഠിപ്പിക്കുന്നതായിട്ടാണ് ആളുകൾ അവിടെ കണ്ടത്. അവിടെ ദോടത്തി ഭാക്തി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആ തിരക്കിലാണ് എന്നാണ് പറയുന്നത്. മനോരമണി ഈ പൊള്ളുന്ന വെയിലിൽ സ്ത്രീകൾക്ക് സൈക്കിൾ പഠിപ്പിക്കുന്ന തിരക്കിലാണ് 22 വയസ്സുള്ള മനോരമണി. അതാണ് ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നത്. കാരണം ഈ പൊള്ളുന്ന വെയിലിൽ, അതും എവിടെയാണ്? സ്റ്റോൺ ക്വാറി. അപ്പോൾ ഇനിയും പൊള്ളുന്ന ഒരു സ്ഥലമായിരിക്കും, നല്ല ചുട്ടു പൊള്ളുന്ന സ്ഥലമായിരിക്കാം. അപ്പോൾ അവർക്ക് അതിശയം തോന്നുകയാണ്. ഉസ്നെ മുझे बताया हमारा इलाका मुख्य शहर से कटा हुआ है, यहाँ जो साइकिल चलाना जानते हैं उनकी गतिशीलता बढ़ जाती है. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, അത് ലേഖകനോടായിട്ട് പറഞ്ഞതാണ്. മുझे बताया हमारा इलाका मुख्य शहर से कटा हुआ है. അപ്പം ഞങ്ങളുടെ ഈ ഏരിയ, ഇലാക്ക എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, മുഖ്യ ഷെയർ മെയിനായിട്ടുള്ള സിറ്റിയിൽ നിന്നും നഗരത്തിൽ നിന്നും കുറച്ച് ദൂരെയാണ്. കട്ടാ ഹുവ എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ ഇല്ല, ഞങ്ങളുടെ നഗരവും പിന്നെ ഞങ്ങളുടെ ഈ ഗ്രാമവുമായിട്ട് അത്ര കണക്ഷൻ ഇല്ല. കട്ടാ ഹുവ ഹെ. യഹാ ജോ സൈക്കിൾ ചലാന ജാൻതേ ഹെ, ഇവിടെ ആർക്കാണോ സൈക്കിൾ ചവിട്ടാൻ അറിയുന്നത്, ഉൻകി ഗതിശീലത ബഡ് ജാത്തി, അവരുടെ ആ ഒരു എന്താണ് കണക്ഷൻ, ആ നഗരവുമായിട്ടുള്ള ആ മൊബിലിറ്റി അത് കൂടുകയാണ് ചെയ്യുന്നത്. साइकिल चलाने के बहुत निश्चित आर्थिक निहितार्थ थे, इससे ആയ് में വൃത്തി हुई है. അപ്പോൾ സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത്, ഈ ഗ്രാമത്തെ സംബന്ധിച്ചിട്ട് സൈക്കിൾ ചവിട്ടി പഠിക്കുക എന്ന് പറയുന്നത് ബഹുത് നിശ്ചിത് ആർത്തിക് നിഹിതാർത്ഥത്തെ, അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു എക്കണോമിക് ഒരു സേഫ്റ്റിയാണ് അതുകൊണ്ട് കിട്ടിയത്. കാരണം അതിന് നിഹിതാർത്ഥ് എന്ന് പറഞ്ഞാൽ ഒളിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈക്കിൾ ചവിട്ടുക എന്ന ഒരു ഉദ്ദേശത്തിൻ്റെ പിറകിൽ ഒരു കാര്യം കൂടെ ഒളിച്ചു കിടക്കുന്നുണ്ട്. എന്താണത്? ഇക്കണോമിക്കലി അവർ സേഫ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇസ്സെ ആയ് മേ ഹെ, അപ്പോൾ ആയ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയത്തില്ലേ, അതിൽ അവർക്ക് വൃദ്ധി ഉണ്ടായിട്ടുണ്ട്, അതിൽ അവർക്ക് ലാഭമുണ്ടായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് അവർക്ക് കിട്ടുന്ന വരുമാനം. അപ്പോൾ യഹാ കി കുച്ച് മഹിളായേം അഗൽ ബഗൽ കെ ഗാവോं में കൃഷി സംബന്ധി അഥവാ അന്യ ഉത്പാദ് ബേച്ചാത്തി ഹെ. അപ്പോൾ യഹാക്കി കുച്ച് മഹിള, ഇവിടെയുള്ള കുറച്ച് സ്ത്രീകൾ അവരെന്താ ചെയ്യുക? ചുറ്റുവട്ടമുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉത്പാദനങ്ങൾ, അതായത് പ്രൊഡക്ട്സ് അവരവിടെ വിറ്റിട്ട് വരുന്നു. അടുത്തടുത്ത ഗ്രാമങ്ങളിലൊക്കെ അവർ പോയിട്ട് വിറ്റിട്ട് വരും. साइकिल की वजह से बसों के इंतज़ार में व्यय होने वाला उनका समय बच जाता है. അപ്പോൾ സൈക്കിൾ കാരണം അവർക്ക് ഈ ബസ്സിനെ വെയിറ്റ് ഇരുന്ന് ഇങ്ങനെ സമയം അവരുടെ പോകുന്നില്ല, അതായത് സമയം അതിനായിട്ട് അവർക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നില്ല. വ്യയ് ഹോനെ വാല എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന സമയം അവർക്ക് അവിടെ ലാഭിക്കാൻ പറ്റുന്നു. ബച്ച് ജാത്ത, അത്രയും സമയം അവർക്ക് ലാഭമുണ്ട്. അപ്പോൾ ഖരാബ് പരിവഹൻ വ്യവസ്ഥ വാലെ സ്ഥാനോ കെ ലിയെ तो ये बहुत महत्वपूर्ण है. അപ്പോൾ ഇത്രയും എന്താണ് ഖരാബ് പരിവഹൻ, അത് പരിവഹൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ വളരെ മോശമായ ട്രാൻസ്പോർട്ടേഷൻ്റെ ആ അറേഞ്ച്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ, അതായത് ട്രാൻസ്പോർട്ടേഷൻ അത്ര നല്ല രീതിയിലല്ല ഉള്ള അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ സ്ഥാനോ കെലിയത്തോ ഈ ബഹുത് മഹത്വപൂർണ്ണ, ഇത് മെയിനാണ്. കാരണം സൈക്കിൾ ചവിട്ടാൻ അറിയാമെങ്കിൽ അവർക്ക് അവിടെ വേഗം എത്തിച്ചേരാനും പറ്റും, അവരുടെ ഉദ്ദേശം നടക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വളരെ മോശമായ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഈ സൈക്കിൾ വഴി വേഗം എത്തിച്ചേരാൻ സാധിക്കുന്നു. അപ്പോൾ അതിനായിട്ടിത് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് പറയുന്നത്, സൈക്കിൾ അവർ പഠിച്ചതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. दूसरे इससे इन्हें इतना समय मिल जाता है कि ये अपने सामान बेचने पर ज़्यादा ध्यान केंद्रित कर पाती हैं. അപ്പോൾ അവർക്ക് ഇതുകൊണ്ട് വേറൊരു ഉപകാരം എന്തെന്ന് പറഞ്ഞാൽ ഇൻഹെ ഇത്ന സമയം മിൽ ജാത്ത, അവർക്ക് ഈ സ്ത്രീകൾക്ക് അത്രയും സമയം ലഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഈ സാധനങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് കിയെ അപ്നെ സാമാൻ ബേച്ച്നെ പർ, അവരുടെ സാധനങ്ങൾ വിൽക്കുന്ന കാര്യത്തിൽ കൂടുതൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നു.
അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവർക്ക് മുമ്പോട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ബസ് പിടിക്കുക, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുക, പിന്നെ അവർക്ക് ക്ഷീണവും തോന്നും അല്ലേ, അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുക ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും അവർക്ക് നല്ല ശ്രദ്ധയോടെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ജോലി അവർക്ക് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ് രണ്ടാമത്തെ റീസൺ എന്താണ് പറയുന്നത്, कि अपने सामान बेचने पर ज़्यादा ध्यान केंद्रित कर पाती हैं. അവരുടെ സാധനങ്ങൾ വിൽക്കുന്ന കാര്യത്തിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുന്നു. तीसरे, इससे ये और अधिक इलाकों में जा पाती हैं. മൂന്നാമത്തെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇസ്സെ ഈ സൈക്കിൾ ഓടിക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് അധിക ഇലാക്കോമേ, കൂടുതൽ ഏരിയ, അതായത് കൂടുതൽ സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് അവരുടെ ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് എത്തിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അന്തിം ബാത് യഹ് ഹൈ कि अगर आप चाहें तो इससे आराम करने का काफ़ी समय मिल सकता है. അപ്പോൾ അന്തിം ബാത്, അറ്റ് ലാസ്റ്റ് എന്താണ് പറയുന്നത്, അഗർ ആപ് ചാഹേ, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനായിട്ടും ഇസ്സെ ആറാം കർണേക്ക കാഫി സമയം മിൽ സക്ത. അപ്പോൾ കാഫി ആവശ്യത്തിനുള്ള സമയം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും കിട്ടും. കാരണം എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടക്കും. ഈ വെയിറ്റ് ചെയ്ത് ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക, പിന്നെ നടക്കുക, അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറേ സമയം പോവും. അപ്പോൾ ഈ സൈക്കിൾ ഓടിക്കാൻ അറിയുന്നത് കൊണ്ട് അവരുടെ വരുമാനം കൂടി വന്നു. പിന്നെ അതുമാത്രമല്ല അവർക്ക് അവരുടെ സാധനങ്ങൾ മറ്റ് അടുത്തടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വേഗം അവർക്ക് എത്തിച്ച് നൽകാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ബസ്സിന് കാത്തു നിന്നുകൊണ്ട് അവരുടെ സമയം അവർക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അതായത് കാത്തു നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. അതൊരു സൈക്കിൾ ഓടിക്കാൻ അറിയുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരമാണ് അവർക്ക്. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അവരുടെ സാധനങ്ങൾ അവർ വിൽക്കുകയാണെങ്കിൽ അതിൽ തന്നെ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ബസ് കയറണം, പിന്നെ നടന്നു നീങ്ങണം, അപ്പോൾ ക്ഷീണവും എല്ലാം കാരണം അവർക്ക് അവരുടെ ആ ജോലിയിൽ ശ്രദ്ധ കിട്ടത്തില്ല. അപ്പോൾ അവരുടെ ആ ജോലിയിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നു. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത് ഇസ്സെ യെ ഓർ അധിക ഇലാക്കോ മേ जा पाती है. വേറെയും കുറേ സ്ഥലങ്ങളിൽ ഈ ജോലി ഒരു 2-3 ഗ്രാമങ്ങളിലല്ലാതെ വേറെ ഗ്രാമങ്ങളിലും അവർക്ക് അവരുടെ സൈക്കിൾ തന്നെ ചവിട്ടിക്കൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അറ്റ് ലാസ്റ്റ് പറയുകയാണ് അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം പോലും കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ जिन छोटे उत्पादकों को बसों का इंतज़ार करना पड़ता था, बस स्टॉप तक पहुंचने के लिए भी पिता, भाई, पति या बेटों पर निर्भर रहना पड़ता था. അപ്പോൾ ഈ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾ, അതായത് പറഞ്ഞു ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവർക്ക് ബസ്സൊക്കെ ഇന്തസാർ കർനാ പെടുത്തത്, അവർക്ക് ബസ്സിനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ എത്തണമെങ്കിൽ തന്നെ അവർക്ക് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, അച്ഛനെയോ പിന്നെ സഹോദരനെയോ ഹസ്ബൻഡിനെയോ കുട്ടികളെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായി, അതായത് ആൺകുട്ടികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിർഭർ രേനാപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. वे अपना सामान बेचने के लिए कुछ गिने चुने गाँवों तक ही जा पाती थी. അപ്പോൾ അവരുടെ സാധനങ്ങൾ അവർക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ എണ്ണപ്പെട്ട എന്ന് പറയത്തില്ലേ, കുറച്ച് ഗ്രാമങ്ങൾ മാത്രമേ അവർക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ ഈ സ്ത്രീകൾക്ക്. പണ്ട് അങ്ങനെയായിരുന്നു, ഈ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് വരെ. ഓക്കെ, അപ്പോൾ അപ്ന സാമാൻ ബേച്ചനിക്കിൽ അവരുടെ സാധനങ്ങൾ വിൽക്കാൻ പോലും ഈ എണ്ണപ്പെട്ട ഗ്രാമങ്ങളിൽ മാത്രമേ അവർക്ക് എത്തിച്ചേരാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുച്ച്കോ പേദൽ ഹി ചലനാ പെടുത്താത്ത, പണ്ടാണെങ്കിലോ അവർക്ക് നടക്കേണ്ടതായിട്ട് തന്നെ വരുമായിരുന്നു, ബസ്സിൽ പോലും അല്ല, നടന്നു പോകേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോൾ ജിൻകെ പാസ് സൈക്കിൾ നഹി ഹൈ വേ അബ് ഭി പേദൽ ഹി ജാത്തി ഹൈ. അപ്പോൾ ആരുടെ പക്കൽ സൈക്കിൾ ഇല്ലയോ അവർ ഇപ്പോഴും നടന്നു പോവുകയാണ് ചെയ്തത്. പേദൽ എന്ന് പറഞ്ഞാൽ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. तो फिर उन्हें बच्चों की देखभाल के लिए या पीने का पानी लाने जैसे घरेलू कामों के लिए भी जल्दी ही भागकर घर पहुंचना पड़ता था. അപ്പോൾ അവർക്ക് ഈ ജോലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഈ സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് വേഗം അവരുടെ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് അവിടെ എത്തിച്ചേരേണ്ടി വരും വീട്ടിൽ. അപ്പോൾ ഫിർ ഉന്നെ ബച്ചോं की देखभाल के लिए, കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് വീട്ടിൽ എത്തിച്ചേരണം. യാ പീനെ കാ പാനി ലാനെ, കുടിക്കാനുള്ള വെള്ളം അവർ ദൂരെ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പീനേക്ക പാനി ലാനെ ജैसे घरेलू कामों के लिए, അങ്ങനെയുള്ള വീട്ടിലെ ജോലികൾ, അതായത് ഹൗസ് വർക്ക്, അതൊക്കെ അവർക്ക് ഓടി അവിടെ എത്തേണ്ടതായിട്ട് വരും. അത് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയും വീട്ടിലെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഈ ജോലിക്ക് ശേഷം വേഗം തിരിച്ച് വീട്ടിലെത്തേണ്ടതായിട്ടുണ്ട്. അത് അവർ ഓടിപ്പോകേണ്ടതായിട്ട് വരും. അബ് ജിൻകെ പാസ് സൈക്കിളേ ഹേ സാരാ കാം ബിനാ കിസി ദിക്കത്ത് കെ കർ ലേത്തി ഹേ. അപ്പോൾ
അബ് ജിൻകെ പാസ് ആരുടെ കയ്യിലാണ് ഇപ്പോഴാണെങ്കിലോ പണ്ടത്തെ സ്ഥിതിയാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ അബ് ജിൻകെ പാസ് സൈക്കിൾ ആരുടെ കയ്യിലാണ് ഇപ്പോൾ സൈക്കിൾ ഉള്ളത്, അങ്ങനെയുള്ള സ്ത്രീകൾ വിസാരാ കാം എല്ലാ ജോലിയും ബിനാ കിസി ദിക്കത്ത് ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും കൂടാതെ, ദിക്കത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം, അപ്പോൾ ഒരു പ്രയാസവും കൂടാതെ അവർ ചെയ്തു തീർക്കുന്നു. वो बिना किसी दिक्कत के वे कर लेती हैं. അപ്പോൾ इसका अर्थ यह हुआ कि अब आप किसी सुनसान रास्ते पर भी देख सकते हैं कि कोई युवा माँ साइकिल पर आगे अपने बच्चे को बैठाए पीछे कैरियर पर सामान लादे चली जा रही है. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എപ്പോൾ വേണമെങ്കിലും അതായത് അവർക്ക് അവരുടെ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, യ ഹുവ കി അബ് ആപ് കിസി സുൻസാൻ റാസ്തേ പർ ഒരു നിശബ്ദമായിട്ട് കിടക്കുന്ന അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വഴിയിലൂടെ ഒരു അമ്മ ഒരു കുട്ടിയെയും കൊണ്ട് യുവാമ്മ സൈക്കിൾ പർ ആകെ അപ്നെ ബച്ചേക്കോ ബെഠായി ഒരു യുവതിയായിട്ടുള്ള ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ സൈക്കിളിൻ്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ടും പിന്നെ പീച്ചെ പിറകിൽ കാരിയർ പർ പിറകിൽ കാരിയർ ഉണ്ടാവും സൈക്കിളിൻ്റെ, അതിൽ സാധനങ്ങളും വെച്ചുകൊണ്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴൊക്കെ ആ ഗ്രാമപ്രദേശങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സീനും നിങ്ങൾക്ക് കാണാൻ പറ്റും. वह अपने साथ पानी से भरे 2 या 3 बर्तन लिए अपने घर या काम पर जाती देखी जा सकती हैं. അപ്പോൾ ഈ ജോലി ഒരു ജോലിയുടെ കൂടെ മറ്റൊരു ജോലിയും ചെയ്യുന്നത് പോലെ അവർ अपने साथ അവരുടെ കൂടെ പാനി സെ ഭരെ 2 या 3 ബർത്തൻ ലിയേ ഹുവേ അതായത് 1-2 പാത്രങ്ങൾ വെള്ളത്തിൻ്റെയും എടുത്തുകൊണ്ട് അപ്നെ ഘർ യാ കാം പർ ജാത്തി ദേഖി ജാറേ അവരുടെ വീട്ടിലോ അവരുടെ ജോലി സ്ഥലത്തോ ഒക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. अन्य पहलुओं से ज़्यादा आर्थिक पहलू पर ही बल देना गलत होगा. ഇവിടെ ലേഖകൻ പറയുകയാണ് ഈ ഇക്കണോമിക് ആസ്പെക്റ്റ് മാത്രം ഞങ്ങൾ എടുത്ത് പറയുന്നത് ശരിയല്ല. അന്യ പെഹലുവോ സെ ജ്യാദ അതായത് മറ്റ് ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നാണ് ലേഖകൻ പറയുന്നത്. കാരണം ഇക്കണോമിക് ആസ്പെക്റ്റ് മാത്രം നോക്കാതെ മറ്റ് ആസ്പെക്റ്റും കൂടെ നോക്കണം. കാരണം എന്ത് ചേഞ്ചസ് ആണ് വന്നത്, അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇക്കണോമിക് ആസ്പെക്റ്റ് മാത്രം നോക്കുന്നത് ശരിയല്ല. കാരണം അവർ ഉള്ള കാര്യമാണ് അവർ ഇക്കണോമിക്കലി സേഫായി എന്ന കാര്യം. പക്ഷേ അദ്ദേഹം പറയുകയാണ് ബാക്കി ആസ്പെക്ട്സും ഉണ്ട്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ സൈക്കിൾ പ്രശിक्षण से महिलाओं के अंदर आत्मसम्मान की भावना पैदा हुई है, यह बहुत महत्वपूर्ण है. അപ്പോൾ സൈക്കിൾ ട്രെയിനിങ് കഴിഞ്ഞതോടെ ഈ സ്ത്രീകളിൽ അവരുടെ ഉള്ളിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആ ഒരു ഭാവന വന്നിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ യ ബഹുത് മഹത്വപൂർണ്ണ അതാണ് മെയിൻ. കാരണം അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇപ്പോൾ ഉണ്ട്. ഫാത്തിമ का कहना है बेशक यह मामला केवल आर्थिक नहीं है. ശരിയാണ്, ഒരു ഡൗട്ടുമില്ല അതിൽ. ബേശക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, ഒരു ഡൗട്ടുമില്ല. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേവൽ ആർത്തിക് നഹി ഹെ. ഈ ഞങ്ങളിപ്പോൾ സൈക്കിൾ പ്രശിക്ഷണം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അതിനെക്കൊണ്ട് ഞങ്ങൾക്കുള്ള ഉപകാരം വെറും ഇക്കണോമിക്കലി മാത്രമല്ല ഞങ്ങൾ സേഫായത്. ഫാത്തിമ ने यह बात इस तरह कही जिससे मुझे लगा कि मैं कितनी मूर्खतापूर्ण ढंग से सोच रहा था. അപ്പോൾ ഫാത്തിമയുടെ ഈ കാര്യങ്ങൾ ആ ഒരു പറയുന്ന ആ രീതി കേട്ടപ്പോൾ ലേഖകന് സ്വയം തോന്നി ഞാൻ എത്ര ഒരു ഫൂളിഷായിട്ടുള്ള ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്, അതായത് ഞാൻ എത്ര ഫൂളിഷായിട്ടാണ് ചിന്തിച്ചത് എന്നാണ് അദ്ദേഹം ഓർത്തത്. അപ്പോൾ ഉസ്നെ ആകെ കഹാ സൈക്കിൾ ചലാനെ സേ മേരി കോൺസി കമായി ഹോത്തി ഹെ. ഈ സൈക്കിൾ ചവിട്ടിയത് കൊണ്ട് എനിക്ക് എന്ത് വരുമാനമാണ് ലഭിക്കുന്നത് എന്ന് ഫാത്തിമ ചോദിക്കണം. मैं तो पैसे ही गंवाती हूँ. ഞാനാണെങ്കിലോ കാശ് ചിലവാക്കുകയാണ് ചെയ്യുന്നത്, അതായത് എൻ്റെ കാശ് ഞാൻ നഷ്ടപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗവാന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. അപ്പോൾ എൻ്റെ കാശ് ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ മേരെ പാസ് ഇത്തനെ പൈസ നഹി ഹെ कि मैं സൈക്കിൾ ഖരീദ് സക്കും. എൻ്റെ കയ്യിൽ ഇത്രയും കാശില്ല कि ഞാൻ സൈക്കിൾ മേടിക്കുക എന്ന് പറയുന്ന അത്രയും കാശ് എൻ്റെ കയ്യിലില്ല. ഓക്കെ, लेकिन हर शाम पर साइकिल लेती हूँ താക്കി മേ ആസാദി ഓർ ഖുശാലി കാ അനുഭവം കർ സക്കൂ. പക്ഷേ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ ഈ റെൻറ്റിന് സൈക്കിൾ എടുക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് റെൻറ്റിന് സൈക്കിൾ എടുക്കുന്നത്? താക്കി മേ ആസാദി ഓർ ഖുശാലി കാ അനുഭവം കർ സക്കൂ. ആ ഒരു ഫ്രീഡം ആസ്വദിക്കാനും പിന്നെ ആ സന്തോഷിക്കാനും, അത് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയുമാണ്. ഖുശാലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബെറ്റർമെൻറ്റ്, അതായത് ആഫ്ലുവൻ്റ്ലി എന്ന് പറയത്തില്ലേ, സന്തോഷത്തോടെ ആ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ആണ്, അതിൻ്റെ ആ അനുഭവം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സന്തോഷവും ആ ഫ്രീഡവും ഒക്കെ ഫീൽ ചെയ്യണം. അതിനായിട്ട് ഞാൻ സൈക്കിൾ റെൻറ്റിനായിട്ട് എടുക്കും. പുതുക്കോട്ടൈ പहुंचने से पहले
मैंने इस विनम्र सवारी के बारे में कभी इस तरह सोचा ही नहीं था. അപ്പോൾ ഈ പുതുക്കോട്ടയിൽ എത്തുന്നതിന് മുമ്പ്, അതായത് അദ്ദേഹം ഒരു റിപ്പോർട്ടറാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ റിപ്പോർട്ട് എടുക്കാനായിട്ട് അവിടെ എത്തിയതാണ് അദ്ദേഹം. ഒരു ഡോക്യുമെൻ്ററി പോലെ, അതായത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ പുതുക്കോട്ടെ പहुंचने से पहले मैंने इस विनम्र सवारी के बारे में कभी इस तरह सोचा ही नहीं था. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ടറാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ പുതുക്കോട്ടെ पहुंचने से पहले, പുതുക്കോട്ടെ എത്തുന്നതിന് മുമ്പ്, मैंने इस विनम्र सवारी के बारे में कभी इस तरह सोचा ही नहीं था. ഈ ഒരു എന്താണ് താഴ്ന്ന, അതായത് നല്ല താഴ്മയുള്ള ഈ സവാരി, വിനമ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഹമ്പിളായിട്ടുള്ള ഈ വണ്ടിയെപ്പറ്റി, ഈ സവാരിയെപ്പറ്റി ഞാൻ ഓർത്തതേയില്ല, അതിനെപ്പറ്റി ആലോചിച്ചതേ ഉണ്ടായിരുന്നില്ല. मैंने कभी साइकिल को आज़ादी का प्रतीक नहीं समझा था. അപ്പം ഞാൻ ഈ സൈക്കിളിനെ ഈ ഫ്രീഡത്തിൻ്റെ ഒരു പ്രതീകമായിട്ട്, ഫ്രീഡത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഞാൻ ഒരിക്കലും അതിനെ കരുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പുതുക്കോട്ടയിൽ എത്തിച്ചേരുമ്പോൾ ഈ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്, സൈക്കിളിൽ യാത്ര ചെയ്യുകയാണ്. അതും എങ്ങനെയാണ്, ഒരു 1500ഓളം സ്ത്രീകളുണ്ടാവും. അവർ പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് മറ്റ് സ്ത്രീകൾക്ക്, അതായത് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സ്ത്രീകൾക്ക് പ്രോത്സാഹനം നൽകുന്നു, പിന്നെ പഠിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ അവരെന്താണ്, ഒരു ഫ്ലാഗും വെച്ചുകൊണ്ട്, സൈക്കിളിൽ ഫ്ലാഗും വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാവരും, ഒരു വിപ്ലവം എന്ന പോലെ. ഓക്കെ, എല്ലാവരും മുന്നോട്ട് നീങ്ങുകയാണ്. അതും പാട്ട് പാടിക്കൊണ്ട്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പാട്ടാണ് അവർ പാടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിപ്ലവം അദ്ദേഹത്തിന് അതിശയിപ്പിക്കുന്നത്, അതൊരു ആസാദി കാ പ്രതീക, അതായത് ഒരു ഫ്രീഡത്തിൻ്റെ ഒരു അടയാളമായിട്ടത്, പ്രതീകമായിട്ടത് മാറും ഈ സൈക്കിൾ എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ പുതുക്കോട്ടയിൽ എത്തിച്ചേരുമ്പോഴാണ് അദ്ദേഹം ഇത് മനസ്സിലാക്കുന്നത്. സൈക്കിൾ എന്ന സവാരിയുടെ ആ വിനമ്രത, അതായത് സൈക്കിൾ എന്ന ആ ഒരു ഹമ്പിളായിട്ടുള്ള ആ സവാരിയെ പറ്റി അദ്ദേഹം ആ സമയത്താണ് ആലോചിക്കുന്നത്. एक महिला ने बताया, लोगों के लिए यह समझना बड़ा कठिन है कि ग्रामीण महिलाओं के लिए ये कितनी बड़ी चीज़ है. അപ്പോൾ ഒരു സ്ത്രീ, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു അദ്ദേഹത്തിനോടായിട്ട്, ലോകം കെ ലിയെ, ആളുകൾക്ക് ആണെങ്കിലോ, യ സമജ്ന ബഹുത് കഠിൻ ഹെ, ആളുകൾക്കിത് ആലോചിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്, അവർക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അവർക്ക്. ഈ ഗ്രാമീണ മഹിളാവും കെ ലിയെ യ കിത്നി ബഡി ചീസ് ഹെ, ഗ്രാമീണ സ്ത്രീകൾക്ക്, അവർക്ക് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് സൈക്കിളിൽ യാത്ര ചെയ്യുക, അതായത് ഇതൊക്കെ അവർക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫിൽ എന്ന കാര്യം മറ്റുള്ളവർക്ക് അതൊന്നില്ല. ഓക്കെ, उनके लिए तो यह हवाई जहाज़ उड़ाने जैसी बड़ी उपलब्धि है. അപ്പോൾ അവർക്കാണെങ്കിലോ ഇതൊരു പ്ലെയിന് പറപ്പിക്കുന്ന അത്രയും ഒരു വലിയൊരു ഉപലബ്ധിയാണ്, നേട്ടമാണ് എന്ന രീതിയിലാണ് അവർക്ക്. അപ്പോൾ लोग इस पर हंस सकते हैं, लेकिन केवल यहाँ की औरतें ही समझ सकती हैं कि उनके लिए यह कितना महत्वपूर्ण है. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾക്ക് ചിരി വരാം, ഹസ് സക്തേ, അവർ കളിയാക്കാം. ലേക്കിൻ കേവൽ യഹാക്കി ഔറത്തെ, ഇവിടുത്തെ സ്ത്രീകൾക്ക് മാത്രമേ, കേവൽ ഇവിടുത്തെ സ്ത്രീകൾക്ക് മാത്രമേ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകത്തുള്ളൂ. जो पुरुष इसका विरोध करते हैं वे जाए और टहले, क्योंकि जब साइकिल चलाने की बात आती है वह महिलाओं की बराबरी कर ही नहीं सकते. അപ്പോൾ ജോ പുരുഷ് ഇസ്ക വിരോധ് കർത്തെ, ഏത് പുരുഷന്മാരാണോ ഇതിൻ്റെ എഗൻസ്റ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വിരോധം, അതായത് എതിര് കാണിക്കുന്നത്, അങ്ങനെയുള്ള പുരുഷന്മാർ, വിജായ് ഓർ ടേലെ, അവർ പോകട്ടെ, അവർ ഉലാത്തട്ടെ, അല്ലെങ്കിൽ അവർ നടക്കട്ടെ. ക്യൂക്കി ജബ് സൈക്കിൾ ചലാനിക്ക് ബാത്ത് ആത്തി ഹെ, എന്തുകൊണ്ടെന്നാൽ ഈ സൈക്കിൾ ചവിട്ടുന്ന കാര്യം വരുമ്പോൾ ഇപ്പോഴും സ്ത്രീകൾക്ക് തുല്യരായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. വേ മഹിളാവും കി ബരാബരി കർ ഹി നഹീ സക്തേ, സ്ത്രീകളുമായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാനേ പറ്റത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം സ്ത്രീകളായിരിക്കും എപ്പോഴും ഈ സൈക്കിൾ ചവിട്ടുന്ന കാര്യത്തിൽ ഇവിടെ മുൻപന്തിയിൽ എന്നാ പറയും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്